സിനിമാ മേഖലയിലെ ഡ്രഗ്സ് ഉപയോഗം ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇന്നലെ നടി പ്രയാഗ മാർട്ടിനെയും നടൻ ശ്രീനാഥ് ബാസിയെയും കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസ് പിടിക്കുകയുണ്ടായി. അവരൊക്കെ വളരെ ഈസിയായി ഈ ഒരു കേസിൽ നിന്നും ഊരിപ്പോരും. അതുപോലെ തന്നെ 2015 ഷെയ്ൻ നിഗം, അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ ഇവർക്കെതിരെയായിട്ടുള്ള കേസും നിലനിന്നിരുന്നു. കേസ് ഉണ്ടായിരുന്നു. ഷൈൻ ടോം ചാക്കോ ഡ്രഗ്സ് ഉപയോഗിച്ചതായിട്ട് തെളിഞ്ഞു വന്ന ഒരു കാര്യമാണ്. അവരുടെ കയ്യിൽ പണവും പ്രതാപവും പ്രശസ്തിയും ഉള്ളതുകൊണ്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിരവധി ആയിട്ടുള്ള ചെറുപ്പക്കാരും സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെ ഡ്രഗ്സിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ വരെ ഡ്രഗ്സ് എത്തിയിട്ടുണ്ട്. പണ്ട് സിനിമകളിലൊക്കെയാണ് ഞാൻ ഡ്രഗ്സ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ വരെ ഡ്രഗ്സ് എത്തിയിരിക്കുകയാണ്. ഈ ഒരു വിഷയം നിങ്ങൾക്ക് എത്രത്തോളം സാമൂഹിക പ്രാധാന്യമുള്ള വിഷയമാണെന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. എൻ്റെ ഗ്രാമത്തിൽ നടന്ന ഒരു റിയൽ സ്റ്റോറി ഞാൻ പറയാം. ഒരച്ഛനമ്മയും വളരെ കഷ്ടപ്പെട്ട് വളർത്തുന്ന 2 ആൺമക്കള് 10ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഡ്രഗ്സ് ഉപയോഗം തുടങ്ങി. നന്നായി പഠിച്ചിരുന്ന 2 മക്കളാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കലാകായിക രംഗത്ത് മികവ് പുലർത്തിയിരുന്ന ഈ കുട്ടികളുടെ കയ്യിൽ എങ്ങനെ ഈ ഡ്രഗ്സ് എത്തി? ഇതൊരു ചോദ്യചിഹ്നമാണല്ലേ. ഇവർ പഠിച്ചിരുന്നത് ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് ഈ ഡ്രഗ്സ് എത്തിച്ചേരുന്നത്? ഇന്ന് സർവ്വസാധാരണമാണ്. പെൺകുട്ടികളുടെ അടക്കം ബാഗ് പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പല വീഡിയോകളിലും വാർത്തകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പേനയുടെ ഉള്ളിൽ വരെ ഡ്രഗ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന പല വീഡിയോയും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് കുട്ടികളുടെ കയ്യിൽ എത്തുന്നതെന്ന് പരിശോധിക്കാനോ അറിയാനോ ഉള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലില്ലേ? അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടവർ എന്താണ് ചെയ്യാത്തത്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണവും പ്രശസ്തിയും ഒക്കെ ഉള്ള ആൾക്കാർ വളരെ എളുപ്പത്തിൽ കേസിൽ നിന്നൊക്കെ ഊരിപ്പോരാണ്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ ഇതാണോ? അവരൊരു കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി ഒരു കേസിൽ പെടുകയാണെങ്കിൽ ആ കുട്ടിയുടെ തുടർന്നുള്ള വിദ്യാഭ്യാസം, കുടുംബം, ജീവിതം, അച്ഛനും അമ്മയും അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ, ഇതൊക്കെ ആരോടാണ് ചെന്ന് പറയേണ്ടത്? നമ്മൾ ഓരോരുത്തരും എത്ര കഷ്ടപ്പെട്ടിട്ടാണല്ലോ മക്കളെ പഠിപ്പിച്ച് വളർത്തുന്നത്. എത്രയേറെ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ്. നമുക്ക് അവരിൽ നിന്നും ഒരു റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടല്ല. എന്നാലും നമ്മുടെ മക്കൾ പഠിച്ച് വളർന്ന് ഉന്നത ഒരു ജോലിയിലൊക്കെ ഇരുന്ന് സുഖമായി ജീവിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛനമ്മമാർ മക്കളെ വളർത്തുന്നത്. പക്ഷെ സമൂഹത്തിലെ ചില സാമൂഹ്യ ദ്രോഹികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ്സ് ഒക്കെ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്നത്? അവരുപയോഗിച്ചോട്ടെ. പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിന് നമ്മുടെ ഭാവി തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു? ഇതിനെതിരെ ശക്തമായ ഒരു നിയമം, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രഗ്സ് കടത്തുന്നവർക്കെതിരെ മാതൃകാപരമായ ഒരു നിയമ നടപടി എടുക്കേണ്ട അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തലമുറയാണ് നശിച്ചു പോകുന്നത്. ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു ഉന്മാദം വരും എന്നല്ലാതെ എന്ത് ഗുണമാണ് ഇതിന് കിട്ടുന്നത്? ഈ ഡ്രഗ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമുക്ക് എത്ര വിഷമം ഉണ്ടാവില്ലേ കുട്ടികളിങ്ങനെ ഉന്മാദരായി നിൽക്കുന്നത് കാണുമ്പോൾ? നമ്മൾ വളർത്തിയുണ്ടാക്കുന്ന കുട്ടികളെ ഈ രീതിയിൽ കാണുമ്പോഴത്തെ ഒരു മാനസികാവസ്ഥ, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കൺസേൺ ആലോചിച്ചിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എത്രത്തോളം പ്രസക്തമാണെന്ന് എനിക്കറിയില്ല, എത്ര പേര് ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ ഇതിനെതിരെ വായ തുറന്ന് സംസാരിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഈ കേസിൽ സംശയാസ്പദമായ രീതിയിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, ഇവരൊക്കെ വളരെ ഈസി ആയിട്ട് ഊരിപ്പോരും. ഇതില് മുഖ്യ പ്രതിയായിട്ടുള്ള ഓം പ്രകാശ് എന്ന് പറഞ്ഞ ആള് കാണാൻ എന്തൊരു മാന്യനാണ്. ഒട്ടും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഒരു വ്യക്തിയുടെ പണി ഇതാണെന്ന്. എങ്ങോട്ടാണല്ലേ ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്? കഷ്ടാണ്. ഓരോരുത്തരും നിർബന്ധമായും വായ തുറന്ന് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഡ്രഗ്സ് ഉപയോഗം എന്നുള്ളത്.
വളരെ വലിയൊരു തിരിച്ചടിയാണ് ഡ്രഗ്സിന്റെ ഉപയോഗം മൂലം നമ്മുടെ സമൂഹത്തിന് വരും തലമുറയ്ക്ക് ഉണ്ടാവുന്നത്. ഞാനീ പറഞ്ഞ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താട്ടോ. താങ്ക് യു.